ഹലോ, അപ്പം എൻ്റെ എല്ലാ മച്ചാന്മാർക്കും ദളപതി പ്ലേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. പിന്നെ ഇവന്മാരെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചു. അതിനകത്തിനാന്ന് വെച്ചാൽ ഭാവിയിൽ ഇവന്മാരെ നമുക്ക് പട്ടിപ്പണി എടുപ്പിക്കാം. പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പിന്നൊന്നും ചെയ്തില്ല. ഒരു വീട് തട്ടിയെടുത്ത് ഹോസിനെ ജീവിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ നമുക്ക് മൈനിങ്ങിന് പോകണം. എന്നാത്തിനാന്ന് വെച്ചാൽ എനിക്ക് അയൺ വേണം, അത്യാവശ്യമായിട്ട് എനിക്ക് അയൺ വേണം. കാരണം ടൂൾസ്, ആർമേഴ്സ്, വെപ്പൺസ്, ഷീൽഡും ബക്കറ്റിനും ഒക്കെ ആയിട്ട് എനിക്ക് ഇഷ്ടം പോലെ അയണിൻ്റെ ആവശ്യം വരും. അതുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചിലപ്പം പവർഫുള്ളൊക്കെ ആകത്തുള്ളൂ. പിന്നെ ഞാൻ പറയുന്നുണ്ട് കോപ്പറിൻ്റെ ഒക്കെ ഉണ്ട്. കോപ്പറാണല്ലോ ഇപ്പം പുതിയ അപ്ഡേറ്റ് ഇഷ്ടം പോലെ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ആർമറൊക്കെ ഇടുന്നത്. പക്ഷേ അതിനൊരു സ്ട്രെങ്ത് ഇല്ല. എനിക്ക് അയൺ ഇപ്പോൾ ഒരു സാഹചര്യമല്ല. ഇപ്പോൾ നമുക്കൊരു അത്യാവശ്യം നമുക്കൊരു അയണിൻ്റെ ആവശ്യമുണ്ട്. ബക്കറ്റാണെങ്കിലും ഷീൽഡാണെങ്കിലും ഒക്കെ നമുക്ക് അയൺ വേണം. പിന്നെ ടൂൾസ് എന്തായാലും അയൺ വേണം. അതിന് കുറച്ചുകൂടി കോമ്പാക്റ്റ് കൂടുതലാണ്. പിന്നെ ഷീൽഡ് എന്തായാലും വേണം. കാരണം അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഇച്ചിരി പവർഫുള്ളൊക്കെ നമുക്ക് ഇച്ചിരി പ്രൊട്ടക്ഷനൊക്കെ ആവും. സോ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി. സോ ഇനി നമ്മൾ മൈനിങ്ങിന് പോകുമ്പോൾ ചുമ്മാ പോകുമ്പോൾ വലിയ ടോർച്ചസ് വേണം, പിക്കാക്സ് ഇഷ്ടം പോലെ വേണം, ഫുഡ് വേണം. നമ്മൾ തയ്യാറെടുപ്പൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടൊരു ഇൻസ്റ്റിങ്ക്റ്റ്. പിന്നെ ഇനിയും കറങ്ങി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്ന ആർക്കറിയാം. ഇപ്പം നമ്മുടെ മെയിൻ പരിപാടി നമുക്ക് മൈൻ ചെയ്യാൻ ഒന്നെങ്കിൽ ഒരു ടണൽ നോക്കണം. ഇതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. നമുക്കൊരു ടണൽ എന്തായാലും മൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ടണൽ ആവശ്യമുണ്ട്. കാരണം അവിടെ നിന്ന് കുറച്ചുകൂടി കൂടുതൽ കിട്ടുന്നത്. ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. പിന്നെ ഇപ്പോൾ ടണൽ ഇപ്പോൾ ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ തന്നെ മൈൻ ചെയ്യാം. ഇപ്പോൾ ആവശ്യം കുറച്ച് ഫുഡാണ്. കാരണം നമുക്ക് സ്റ്റിക്കാണെങ്കിലും ഒരു ഫ്യൂവലായിട്ടാണെങ്കിലും വുഡിൻ്റെ ഇത് വരുന്നുണ്ട്. സോ നമുക്ക് അത്യാവശ്യം നമുക്ക് വുഡ് നമുക്ക് കളക്ട് ചെയ്യണം. കുഞ്ഞും പുറത്താണ് കൊണ്ട് സ്പോൺ ഇട്ട്. ഇതല്ല എൻ്റെ സ്പോൺ പോയിൻ്റ്. എൻ്റെ സ്പോൺ പോയിൻ്റ് അങ്ങ് പുറകില്ല. ഇവിടെ ഒരു ജംഗിൾ ബയം ഉണ്ട്. അവിടെ എൻ്റെ സ്പോൺ പോയിൻ്റ്. ഓക്കെ, മെല്ലെ മെല്ലെ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് പൊട്ടിച്ച് കളയുക. വേർ ഇസ് ഇറ്റ്? ഇത്രയും വലിയ മരമൊക്കെ പൊട്ടിക്കാൻ ഭയങ്കര ടാസ്ക്കുള്ള പണിയാണ്. എനിക്കേസ് ഞാൻ എന്തായാലും കുറച്ചൊക്കെ എടുക്കുന്നുള്ളൂ. കാരണം എനിക്ക് അത്യാവശ്യം ഫ്യൂളാണ്. ഞാൻ അധികം നേരം നിൽക്കുന്നില്ല. എനിക്ക് ആവശ്യത്തിന് കുറച്ച് അയൺസ് കിട്ടി ഞാൻ അവിടുന്ന് മുങ്ങും. അയൺ കിട്ടിയില്ലെങ്കിലും മുങ്ങും. കാരണം എനിക്ക് ഫുൾ ടൈം ഇത് കളിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ എത്തുന്നില്ല വൈ. ഇങ്ങനെ ഓരോന്നേരം എടുക്കാം. പെട്ടെന്ന് അയ്യോ എൻട്രമേ ഓടിക്കൂ. പോയതൊക്കെ പോട്ടെ. അവൻ്റെ കൈകിട്ട് പിന്നെ ഓനെന്നെ വെച്ചേക്കത്തില്ല. പിന്നെ ഓടിച്ചിട്ട് വന്ന് തല്ലും. എതിരെ വരുമെന്ന് മാത്രം അറിയത്തില്ല. പെട്ടെന്ന് നൈറ്റാം അമ്മമാരറിയാൻ പിന്നെ സീനാ. കാരണം എൻ്റെ കയ്യിൽ വലിയ ആയുധങ്ങളൊന്നും ഇല്ല. ആകപ്പാടെ ഒരു സ്റ്റോൺ സോഡ് മാത്രമുണ്ട്. പെട്ടെന്ന് ഓക്കെ, പെട്ടെന്ന് നമ്മൾ വീടെത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് കയറിക്കോ. പിന്നെ ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ദിവസം പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ ചുമ്മാ വേസ്റ്റ് ചെയ്തിട്ട് നമ്മളങ്ങനെ മുറുമുറാവുകയാണ്. ഓക്കെ, അത് ഗുഡ് മോർണിംഗ്. ഇനി എന്നടാ ഇത്രേ ആയിട്ടുള്ളൂ. മതി പോ. ഇനി നമ്മൾ ഇതൊക്കെ പ്ലാങ്ക്സ് ആക്കുന്നു. സ്റ്റിക്സ് ആക്കുന്നു. സ്റ്റിക്സ് പിന്നീട് അതിനുമുമ്പ് ഞാൻ വേണ്ട ഇതുണ്ടല്ലോ അങ്ങ് ബേക്ക് ചെയ്താക്കാം. മിച്ചോടടുത്ത് അങ്ങ് സ്റ്റിക്കാക്കാം. കുറച്ചുകൂടി കാര്യപരിപാടികൾ നടത്താനുണ്ട്. കുറച്ച് ഫുഡ് ഗ്യാതറിങ് അല്ല വേണ്ട. എൻ്റെ ആവശ്യത്തിന് പറഞ്ഞ വെജിറ്റബിൾ ഫുഡൊക്കെ എടുക്കുന്നുണ്ട്. ഇതെന്ത് ഭയം? ഇവിടെ 2 ജംഗിൾ ഭയമുണ്ടോ? നോക്കട്ടെ. ഇത് ജംഗമല്ല, മറ്റേ മാംഗ്രൂവ് ഫോറസ്റ്റ് അങ്ങനെ എങ്ങാണ്ടില്ലേ? അതെ ഇതത് തന്നെ. ഇവിടെ നോക്കട്ടെ ഉണ്ടോന്ന്. മറ്റേ ഭയമോ ഇത്? അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇവിടെ അല്ല മറ്റേ വിച്ച് കാണുന്നത്. ഞാൻ അങ്ങോട്ട് പോവാ. അതുകൊള്ളേ. ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ട് പോലില്ല ഇങ്ങനത്തെ സാധനം വന്നത്. ഇത് പുതിയ അപ്ഡേറ്റ് വന്നേ? വലിയ വില്ലേജാ. ഒക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ കാര്യപരിപാടികളൊക്കെ നമ്മൾ നടത്തി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ മതി.
അല്ല വേണ്ട, കുറച്ചുകൂടെ എടുത്തേക്കാം. ഇനി നമുക്ക് എന്തോ സ്റ്റിക്സ് ടോർച്ചസിനൊക്കെ ചാർക്കോൾ വേണമല്ലോ. എൻ്റെ ഞാനിപ്പോൾ കോളില്ല, അത്യാവശ്യം നമുക്ക് കോളൊക്കെ എടുക്കാം. ഇതൊക്കെ ഞാൻ ഇവിടുന്ന് ഷിഫ്റ്റ് ഞാൻ പോകുന്നത്, കാരണം ഇപ്പം എനിക്ക് പുതിയൊരു ഹൗസ് ഏരിയ കിട്ടി. സോ ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ തന്നെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആക്കണം. കാരണം നല്ല ഓപ്പൺ സ്പേസ് ഒക്കെ ഇത്ര ക്ലോസ്ഡ് ആയിട്ടല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകാൻ പോവാം. ഇത് രണ്ടും ഇവിടെ വെച്ചേക്കാം, കാരണം വില്ലേജിന് ആവശ്യം വരും. അവിടെ വേറെ ബെഡമ്മേ എല്ലാം കൊണ്ട് അങ്ങോട്ടേക്ക് പോവാം. എല്ലാം കൂടെ ഒന്ന് ഷിഫ്റ്റ് ആവേണ്ട ഒരു കാര്യമൊന്നും ഇല്ല. ഒരു ബെഡും ഒരു ജസ്റ്റും അതൊക്കെ നേരത്തെ വീട്ടിലുണ്ടെന്നുള്ളൂ. യെസ്, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ മുടിപ്പിക്കാനായിട്ട് ഇവിടെ കയറിയിരിക്കാൻ സുഹൃത്തുക്കളെ. ഓക്കെ, സെറ്റ് സാധനം. അവന് ഡബിൾ ചെസ്റ്റ് ഒക്കെ ഉള്ളത്, അതാണ് ഞാൻ ഗ്യാപ്പ് ഇട്ടത്. ഓക്കെ, നമ്മുടെ വീട്ടു പരിപാടികളല്ലേ, ഇതും കൂടെ സെറ്റ്. നമുക്ക് മൈനിങ് ഇറങ്ങാം. ഓക്കെ, റെഡായി, റെഡ് ബെഡ്, അത്രേ ഉള്ളൂ സംഭവം. കഴിഞ്ഞു. എന്തിനാന്ന് ചോദിച്ചാൽ ഇതെടുത്ത് ഉരുക്കിട്ടേക്കാം. ഓക്കെ, ഇനി ഇതിന് കൂടെ എല്ലാം കൂടെ നമുക്ക് ടോർച്ചിന് ഉപയോഗിക്കാം. ഇതിനായിട്ട് ചാർക്കോളിൻ്റെ ആ ഒരു ഉപയോഗം വരത്തില്ല. സോ ഇനി നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യും. നമുക്ക് മൈനിങ്ങിന് വെച്ച് കാണാം. ഇപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് വെച്ച് മൈനിങ് സ്റ്റാർട്ട് ആവുകയാണ്. കാരണം ഞാൻ നോക്കിയിട്ട് വലിയ ഗുഹയൊന്നും ഇവിടെ അടുത്തില്ല. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചത് ഒരു കേവ് അങ്ങോട്ട് നമ്മൾ ബിൽഡ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇതല്ല, സോറി, അയക്കടിച്ച് കിട്ടുമെങ്കിൽ ക്ഷമിക്കണം, സ്പീക്കറിൻ്റെ എന്തെങ്കിലുമൊക്കെ. എൻ്റെ ഒരു ദീർഘവീക്ഷണ പ്രകാരം മൈൻക്രാഫ്റ്റ് എല്ലാ അപ്ഡേറ്റിൽ അയണിന് വൈ ലെവൽ മറ്റേ തന്നെ ഒരു ബെഡ് റോക്ക് ലെവൽ 37, 38, 36 അത്രയൊക്കെ വെക്കത്തുള്ളൂ. സോ നമ്മളും ഇന്ന് ആ ഒരു ലെവലിൽ മൈൻ ചെയ്യാൻ പോവാണ്. ഷവർ എടുക്കേണ്ടായിരുന്നു. എന്തായാലും സ്റ്റോൺ എത്തി, നമുക്ക് പിക്കാക്സ് കൊണ്ട് പണി തുടങ്ങാം. എൻ്റെ സ്റ്റോൺ പിക്കാക്സ് ഉണ്ട്, പിന്നെ ഇപ്പോഴേ അത് വേസ്റ്റ് ചെയ്യണ്ട. ഈ വുഡൻ പിക്കാക്സ് വെച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ നടത്താം. എന്തായാലും ഇനി ഞാനത് ഈ വുഡൻ പിക്കാക്സ് യൂസ് ചെയ്യത്തില്ല. മാക്സിമം ഇപ്പോൾ സ്റ്റോൺ പിക്കാക്സ് ഒക്കെ ആയിരിക്കും എൻ്റെ മെയിൻ പണി. അയൺ പിക്കാക്സ് ബെയർലി റെഡ് സ്റ്റോൺ ഡയമണ്ട് അത്രയൊക്കെ ഉള്ളൂ, പിന്നെ ഗോൾഡ്. പക്ഷേ ഇപ്പം എൻ്റെ അയണില്ല, അയൺ പിക്കാക്സും ഇല്ല. അതുകൊണ്ട് നമുക്ക് സ്റ്റോൺ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് അയൺ ശീഘ്രം. സോറി നൻബാസ്, ചെറിയൊരു കോൾഡ്. ഇത് ഒത്തിരി ഉണ്ട്. ഇനി നമ്മൾ 30 ബ്ലോക്ക് ഇങ്ങനെ തന്നെ പോകണം. അപ്പോൾ നമ്മൾ തോണ്ടിത്തൊണ്ടൊരു കേവ് തന്നെ നമുക്ക് കിട്ടി. അവിടെ ഒരു സോംബിയും വന്നു. ഇനിയും അവിടെ നമുക്ക് കേവ് ഇടാമേ, ക്രീപ്പറുണ്ട് അവിടെ. നമുക്ക് കേവ് കിട്ടി നമ്മൾ മര്യാദയ്ക്ക് ആ വഴി പോകാൻ. പക്ഷെ ഇപ്പോൾ അവിടെ ക്രീപ്പറുണ്ട്, അപ്പോൾ നമ്മൾ ആ വഴി സഞ്ചരിക്കുന്നില്ല. നമുക്ക് ഒന്നുകൂടെ തുരന്ന് പോകാം. എന്തായാലും നമ്മളിപ്പോൾ വൈൽഡ് ലെവൽ 38 എത്തി. നമ്മളിപ്പോൾ വൈൽഡ് 38 എത്തി സ്ഥിതിക്ക് നമുക്കിനി അങ്ങനെ നേരെ തോണ്ടി പോകാം. ഇതെവിടെയൊക്കെ കൊണ്ടാണ് വെക്കുന്നത്? ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെട്ടിക്കോ. ഇവിടെ നിന്ന് അതിന് കിട്ടിയാൽ മതി. ഞാൻ അവിടെ കയറാത്ത മെയിൻ റീസൺ കാരണം അവിടെ ക്രീപ്പറുണ്ട്. സോമ്പിൻ്റെ ക്രീപ്പറിനെ പേടിയ ഷീൽഡില്ലാതെ അവൻ്റെ മുമ്പിൽ ചെന്ന് അവൻ എന്നെ തെറിപ്പിക്കും. എനിക്കൊന്നും ഇഷ്ടമല്ല. എനിക്കെന്നല്ല ആർക്കും അത് ഇഷ്ടമല്ലാത്തതിൻ്റെ അല്ല. പിന്നെ ചത്ത എവിടെ പോയി എടുക്കാൻ വൈ കിട്ടിയ സാധനമൊക്കെ കോഴി. പെട്ടെന്ന് അങ്ങനെ കാര്യം നടക്കട്ടെ.
ഗൈസ് ഞാൻ കുറേ നേരം ഇട്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. കുറേ നേരം തോണ്ടിക്കൊണ്ടിരിക്കുക. തോണ്ടി എനിക്ക് ആകപ്പാടെ കുറച്ച് കോപ്പറും കുറച്ച് ഗോൾഡും മാത്രം കിട്ടിയില്ല. അയണൊന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ എന്നാണ്ട് ഞാൻ കാണിച്ചത് 22 കോപ്പറും 41 ഗോൾഡും കിട്ടിയില്ല. അതൊന്നും കിട്ടിയില്ല. ഇപ്പോൾ ഞാൻ എന്തായാലും മടുത്ത് ഞാൻ കുറേ നേരം തോണ്ടുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യുക. എനിക്കൊരു കേവ് കിട്ടി. നമുക്ക് അടുത്ത എപ്പിസോഡ് നോക്കാം. അപ്പോൾ അതൊക്കെ ബൈ.